കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ നഴ്സറിയിൽ നിന്നും കൃഷിഭവനിൽ നിന്നുമൊക്കെ പലവിധ പച്ചക്കറി തൈകൾ വാങ്ങാറുണ്ട്. അതൊക്കെ നടുന്ന സമയത്ത് നല്ല വളർച്ചയൊക്കെ ആയിരിക്കും. അങ്ങനെ വളർന്നു വരും തോറും ചെടികൾ ആരോഗ്യമില്ലാതെ അവസ്ഥയിലേക്ക് വരുന്നത് കാണാം. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ പോട്ടി മിക്സ് ഒന്നും തയ്യാറാക്കാതെ ചെടികൾ നടുന്നത് കൊണ്ടാണ്. അപ്പോൾ പോട്ടി മിക്സ് കടയിൽ നിന്നും വാങ്ങിക്കാതെ നല്ല രീതിയിൽ നമുക്ക് തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. പോട്ടി മിക്സിയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ചകിരിച്ചോറ്. ഇവിടെ ചകിരിച്ചോറിന് പകരമായി നമുക്ക് മറ്റൊരു വസ്തു ചേർത്ത് കൊടുക്കാനുണ്ട്. അതെന്താണെന്ന് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുമല്ലോ. സാധാരണ രീതിയിൽ പോട്ടി മിക്സ് തയ്യാറാക്കാനായി ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് മണ്ണ് തന്നെയാണ്. നമ്മുടെ പ്രദേശത്ത് ഏത് തരം മണ്ണാണോ ആ മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത്. മണ്ണിലുള്ള ചെറിയ ചെറിയ കല്ലുകളൊന്നും മാറ്റി കളയേണ്ട ആവശ്യമില്ല. അതൊക്കെ ചെടിക്ക് വേരോടാനായി മണ്ണിൻ്റെ എയറേഷൻ കൂട്ടാനായി നല്ലതാണ്. മണ്ണിലെ വലിയ കല്ലുകളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറക്കി കളയാവുന്നതാണ്. ഇനി ഇതിലേക്ക് രണ്ടാമതായി നമ്മൾ എടുക്കേണ്ടത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിക്ക് പകരം കമ്പോസ്റ്റ് ചേർത്താലും മതി. ഞാൻ സാധാരണ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചാണകപ്പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. ചാണകപ്പൊടി പല അളവിലുള്ള പാക്കറ്റ് നമുക്ക് കിട്ടും. ഇത് 5 കിലോയുടെ പാക്കറ്റാണ്. 1 കിലോയുടെ പാക്കറ്റിന് 30 രൂപയാണ് വില. കൂടുതൽ ചെടികൾ നടാനുണ്ടെങ്കിൽ നിങ്ങൾ 5 കിലോ വാങ്ങുന്നതാണ് ലാഭം. ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ആദ്യം നമ്മൾ മണ്ണൊരുക്കി, രണ്ടാമതായി ചാണകപ്പൊടി തയ്യാറാക്കി വെച്ചു. ഇനി മൂന്നാമതായി എല്ലുപൊടിയാണ് വേണ്ടത്. എല്ലുപൊടി കുറച്ച് മതി. എല്ലുപൊടി ചേർത്തതിലും ചെറിയ അളവിൽ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. മണ്ണൊരുക്കുമ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് മണ്ണിലെ കീടനിയന്ത്രണത്തിനും ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്താനും സഹായകമാണ്. ഇനി അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് കോക്കോപീറ്റ്, ചകിരിച്ചോറാണ്. ചകിരിച്ചോറ് ചേർക്കുമ്പോൾ മണ്ണ് എടുത്തതിൻ്റെ അതേ അളവിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ കോക്കോപീറ്റ് ഇല്ല എങ്കിൽ അതിന് പകരക്കാരനായി നമ്മുടെയൊക്കെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യാവുന്ന ഒന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വീടിൻ്റെ മെയിൻ വാർപ്പിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൂപ്പായലില്ലേ, അത് തന്നെയാണ് കോക്കോപീറ്റിന് പകരമായി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ ചേർക്കാനുള്ളത്. പൂപ്പായൽ പച്ച നിറത്തിലുള്ളതല്ല കേട്ടോ. ഇതേപോലെ ഉണങ്ങി കറുത്ത കളറിലുള്ളതാണ് എടുക്കേണ്ടത്. ഇടയ്ക്ക് മഴ പെയ്തതുകൊണ്ട് ചെറിയൊരു നനവുണ്ട്. ശരിക്കും ഡ്രൈ ആയാൽ കുറച്ചുകൂടെ സ്മൂത്തായി എടുക്കാൻ പറ്റും. കോക്കോപീറ്റ് പോലെ തന്നെ പൂപ്പായലിനും വെള്ളം ആഗിരണം ചെയ്ത് നിർത്താനുള്ള കഴിവുണ്ട്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ജലസേചനം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും. അതുകൂടാതെ ചെടികളുടെ വേരുകൾ നന്നായി ഇറങ്ങുകയും ചെയ്യും. കോക്കോപീറ്റ് ചേർത്താലുള്ള അതേ പ്രവർത്തനം തന്നെയാണ് പൂപ്പായലും ചേർക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മണ്ണിൽ എല്ലായിടത്തും ഈക്വലായി ചേരുന്ന വിധം മിക്സാക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു പിടി മണലും കൂടി കലർത്തിയാൽ അടിപൊളി പോട്ടി മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നാം തയ്യാറാക്കിയ പോട്ടി മിക്സ് ഈ ചെടിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പായിട്ട് ചെടിച്ചട്ടിയുടെ അടിയിലായി ഒരു പിടി കരിയില ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കരിയില അല്ലെങ്കിൽ 2 കഷ്ണം ഓട്ടിൻ കഷ്ണം ആയാലും മതി. ഏതെങ്കിലും കാരണവശാൽ ചെടിച്ചട്ടിയുടെ അടിയിലുള്ള ഹോളുകൾ അടഞ്ഞു പോകാതിരിക്കാനാണ് നാം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നാം തയ്യാറാക്കി വെച്ച പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. ചെടിച്ചട്ടിയിലെ 3/4 ഭാഗം നിറച്ചാൽ മതിയാവും. കാരണം കുറച്ച് സ്പേസ് ഇടുന്നത് ചെടികൾ വളരുന്നതനുസരിച്ച് പിന്നീട് നമുക്ക് വളവും പോട്ടി മിക്സും ഒക്കെ ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചെടിച്ചട്ടി ആയാലും ഗ്രോ ബാഗ് ആയാലും 3/4 ഭാഗം പോട്ടി മിക്സ് ഇപ്പോൾ നിറച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു പച്ചക്കറി തൈ നട്ടു കൊടുക്കാം. വെണ്ടയുടെ തൈയാണ് ഞാൻ നട്ടു കൊടുക്കുന്നത്. ഇത് വെണ്ടയുടെ വിത്ത് പാകി മുളപ്പിച്ച് 4 ആഴ്ച വളർച്ചെത്തിയ വെണ്ട തൈയാണ്. ഇത് വളർന്ന് കായ്ഫലം കിട്ടിത്തുടങ്ങിയാൽ അതുകൂടി ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ പൂപ്പായൽ ഉപയോഗിച്ച് പോട്ടി മിക്സ് തയ്യാറാക്കി ഒരു തൈ നട്ടു നോക്കണം. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.